എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. നോമണ മാർക്കോ. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. ഇത് ഒരു സാധാരണ പൂച്ചയുടെ ജീവിതമല്ല. ഇത് ഈ ഇല്ലത്തിന്റെ ഏക ഭരണാധികാരിയും അന്നദാന മന്ത്രാലയത്തിന്റെ സ്ഥിരം ഉപഭോക്താവും ഉറക്ക വകുപ്പ് മന്ത്രിയായ മഹാരാജാവ് മാർക്കോന്റെ ദിനചര്യയാണ്. ഏത് മറ്റേതില്ലേ ഡേ ഇൻ മൈ ലൈഫ്. എന്നാ പിന്നെ നമുക്കങ്ങിട്ട് തുടങ്ങിയാലോ. സൂര്യനാരായണൻ ഉദിച്ചോ? നോമിന് അതീവ രഹസ്യ ദൗത്യത്തിലേക്ക് പോകാൻ സമയമായിരിക്കുന്നു. നോമിന്റെ പ്രഭാത ദൗത്യത്തിലേക്ക് നോം ദേ പോയി ദാ വന്നു. ഏപ്രിൽ ഇവിടെ നോക്കാതിരിക്കുക. എന്താണെന്നറിയില്ല, നല്ല വിശപ്പ്. ഉറങ്ങിയിട്ടുണ്ടായിരിക്കും. ഒന്നങ്ങ് നീപ്പിക്കാരനാ ചെലപ്പോ എന്തെങ്കിലുമൊക്കെ തടയും. നിശ്ചയിച്ച പോലെ തന്നെ കാര്യമെല്ലാം നടന്നു. അങ്ങനെ ഭോജനം കഴിച്ചു കഴിഞ്ഞ് നോം കൃതാർത്ഥനായി. എന്റെ പരദേവങ്ങളെ, പത്തായത്തിലെ ഭക്ഷണം തീർന്നിരിക്കുന്നു. വേഗം പോയി അവരെ കാര്യം ബോധിപ്പിക്കട്ടെ. അയ്യോ കാര്യമില്ലടാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. നോമിന് യാത്രകളോട് എന്നും പ്രിയമാണ്. അങ്ങനെയിരിക്കെ എന്നെയും കൂടി കൂട്ടി അവർ അങ്ങാടിയിലേക്ക് പോകുമ്പോൾ നടപ്പാതയിൽ പല പല കാഴ്ചകൾ, പല പല ആളുകൾ. അങ്ങനെ 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 ഞങ്ങൾ അങ്ങാടി എത്തിച്ചേർന്നിരിക്കുന്നു. ഐ ശിവ ശിവ, എന്തായി കാണുന്ന പലതരം വിഭവങ്ങൾ എല്ലാം വാങ്ങാൻ പറ്റാവോ? കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ല. ഞാൻ എന്തെല്ലാം പോയി മണത്തോ അവർ അതെല്ലാം വാങ്ങുന്നുണ്ട്. നന്മയുള്ള വീട്ടുകാർ. ക്ഷത്രിയരക്തം ആയതുകൊണ്ടാണോന്ന് അറിയില്ല, നോമിന് കുതിര സവാരിയിൽ വല്ലാത്ത പ്രിയമുണ്ട്. അങ്ങനെയിരിക്കെ തിരിച്ചുള്ള യാത്രയിൽ സഞ്ചാരം ഇവന്റെ പുറത്താവട്ടെ. അതിന്റെ ഒരു സുഖം ഇതിലേ കിട്ടൂ. സവാരി കഴിഞ്ഞ് ക്ഷീണിതനായ നോമ്പിന് ഇനി അല്പം വിശ്രമമാകാം. നിദ്ര കഴിഞ്ഞാൽ നോമിന്റെ വിനോദം പുറത്ത് കാഴ്ചകൾ കാണുന്നതും പക്ഷിശാസ്ത്രം പഠിക്കുന്നതുമാണ്. അമ്പടി ചെന്തിണ്ടാക്കടി, എവിടെയായിരുന്നു നീ? കൊറേ ആയാലോ കണ്ടിട്ട്. മുത്തേ ചക്കരേ, ഇങ്ങോട്ട് നോക്കടി. സുന്ദരിയാണ് കേട്ടോ, നല്ല ബെസ്റ്റ് ഫേസ്. പിന്നെല്ലാം കൊള്ളാം. വെറുതെ പൂക്കുന്ന പാരിജാതങ്ങൾ പ്രാവുപോൽ നെഞ്ചിലമരുമ്പോ പുറകെ നിൽക്കുന്ന നിന്റെ യൗവനം രുദ്രവീണയായി പാടുന്നു. നീ ദൈവശില്പമായി ഉണരുന്നു. ഇവിടെ നോക്കടി, ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്. ഒന്ന് കേക്കടി. പിടിച്ചോ. നീ ബാൽക്കണിയിലെ ബ്യൂട്ടി, ഞാൻ സ്ട്രീറ്റിലെ ക്യൂട്ടി. നമ്മുടെ ലവ് സ്റ്റോറിയാകും നേച്ചറിന്റെ ഡ്യൂട്ടി. ഇങ്ങോട്ട് പാടി കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ.